നല്ലൊരു വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേ. ഹലോ, ഉമ്മ. ഞാൻ വീട്ടിലെത്താനായി. എന്തമ്മ? എനിക്ക് ശമ്പളം കിട്ടിയാ സാജിദാൻ്റെ ഫീസ് അടക്കാനായി. കടയിലെ പൈസ കൊടുത്തിട്ടില്ല. എൻ്റെ മരുന്നും തീർന്ന്. കറണ്ട് ബില്ലടക്കണോ? ശമ്പളം കിട്ടിയമ്മ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയില്ല. നമുക്ക് പഴയ പോലെ നിങ്ങളെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഞാനിപ്പം ഭർത്താവിൻ്റെ വീട്ടിലല്ലേ ഉള്ളേ. ഉമ്മ സമാധാനിക്കേ. ഞാൻ നാളെ പറ്റുമെങ്കിൽ അങ്ങോട്ട് വരാം. പക്ഷെ നാസർക്ക് അറിയാണ്ട് എങ്ങനെയാന്ന്. വീടാണെങ്കിൽ ഇക്കാൻ്റെ ഉമ്മയും ഉപ്പയും ഇല്ലേ. ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം എൻ്റെ വീട്ടിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമെന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും ഉമ്മ സമാധാനിക്കുക. ഞാൻ നാളെ അങ്ങോട്ട് വരാം. എന്നിട്ടെല്ലാം പറയാം. നേരം പോയി കുറച്ച്. ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസേനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളമല്ലേ. എന്നാ ഇത് ഉപ്പാൻ്റെ അടുത്ത് വെച്ചേ. നീ കൊറേ നേരമായില്ലേ വന്നിട്ട് ഈ ചായ കുടിച്ചാ തഞ്ഞു പോവും. നീ എന്ത് പണിയാ എടുത്ത്? എന്നമ്മ എനിക്ക് ശമ്പളം കിട്ടിയ പൈസ തേച്ചൊന്നിന് നീ എടുത്ത് ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തിന്. അത് പിന്നെ ഉപ്പയല്ലേ ഇവിടുത്തെ കാരണോറ്. ഞാൻ ഇവിടെ വന്ന് കയറിയ മരുമോളല്ലേ. ഇവിടുത്തെ ചെലവും കാര്യങ്ങളല്ലേ ഉപ്പയല്ലേ നോക്കുന്നത്. അന്നേരം പിന്നെ പൈസ ഞാൻ ഉപ്പാൻ്റെ അടുത്തല്ലേ കൊടുക്കണ്ടേ. ഓ, ഇത് നല്ല കഥ. ഉപ്പാൻ്റെ അടുത്ത് ആവശ്യത്തിനെല്ലാം പൈസ ഇല്ലേ? അത് നീ കൊടുക്കുമ്പോൾ മടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാ. അത് എനക്ക് എൻ്റെ അടുത്ത് തിരിച്ചു തന്നിന് ഇൻ്റെ അടുത്ത് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പഴയതുപോലെ നീ നടത്തണമെന്ന് ഉപ്പ പറയുന്നുണ്ടേന്. അതെ മോളെ, അർഹത ഇല്ലാതെ ഒന്നും ഉപ്പ എടുക്കൂല. ഇനി മോളെ ശമ്പളം കിട്ടുന്നതന്നെ ഒരു പങ്ക് വീട്ടുകാർക്ക് കൊടുത്തിട്ട് ബാക്കി നീ എന്നെ സൂക്ഷിച്ചോ. എൻ്റെ വീട്ടുകാരെ നോക്കാൻ വേറെ ആരുള്ളേ? നിങ്ങളെ 2 പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ അവര് വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടില്ലേ. അതിൻ്റെ കടം തന്നെ തീർന്നിട്ടുമില്ല. എൻ്റെ അനിയത്തിൻ്റെ പഠിപ്പാന്ന് കഴിഞ്ഞിട്ടുമില്ല. ഇനി എൻ്റെ പൈസ കൊണ്ട് തന്നെയല്ലേ അവരിതുവരെ ജീവിച്ചേ. ഇനിയും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഈ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാറ്. എൻ്റെ അനിയത്തിക്കൊരു ജോലി കിട്ടുന്നവരെ എൻ്റെ ശമ്പളം അവർക്ക് തന്നെ കൊടുക്കും. ഇത്രയും തങ്കപ്പെട്ട മനസ്സുള്ള ഉപ്പാനും ഉമ്മാനും എനിക്കിനി വേറെ കിട്ടൂല. ഉമ്മ എൻ്റെ അമ്മായി അമ്മയല്ല.